ഇനി നമ്മൾ പോകുന്നത് കനൽ ജ്വലിക്കുന്ന മണ്ഡലം. അതെ, കിഴക്കിന്റെ വിനീസിലേക്കാണ് പോകുന്നത്. കോൺഗ്രസിൽ നിന്ന് ആര് സംശയം ഇപ്പോഴും കനൽ ഒരു തരി മതി എന്നതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ടാഗ്ലൈൻ. ആളിക്കത്താൻ പോകുന്നത് ആ തരിയിൽ നിന്നാണോ എന്നുള്ള. പക്ഷേ ഇത്തവണ കുറച്ച് കൂടുതൽ കനലുകളുടെ പേരുകൾ അവിടെ കേൾക്കുന്നു. അതെ, അങ്ങനെ കനൽ കൂട്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, കനൽ കാറ്റായി മാറാൻ സാധ്യതയുണ്ട്. ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ്. ആലപ്പുഴ മണ്ഡലത്തിലേക്ക് എത്തിയാൽ, ആലപ്പുഴ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാനും എ ആരിഫും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ LDFന്റെയും UDFന്റെയും വോട്ട് ശതമാനത്തിൽ നേരിയ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പ്രേക്ഷകർക്ക് കാണാം. 40.96% LDFന് കഴിഞ്ഞ തവണ എ ആരിഫ് MPക്ക് ലഭിച്ചതെങ്കിൽ UDFന്റെ സ്ഥാനത്തെ ഷാനിമോൾ ഉസ്മാൻ ലഭിച്ചത് 40%. NDAക്ക് അവിടെ നിർണായകമായ വോട്ടുണ്ടായിരുന്നു. അവിടെ കെ രാധാകൃഷ്ണൻ അല്ലേ 17.2% ആലപ്പുഴയിൽ വോട്ട് നേടിയത്. അതായത് 10,000 വോട്ടിന് താഴെ മാത്രമാണ്, 10,000 വോട്ടിനോട് അടുപ്പിച്ച് മാത്രമാണ് എ ആരിഫിന് വ്യത്യാസം ഉണ്ടായിരുന്നത്. KC വേണുഗോപാൽ വിജയിച്ചു വന്ന മണ്ഡലമാണ്, അതാണ് എ ആരിഫ് സ്വന്തമാക്കിയത്. ഷാനിമോൾ ഉസ്മാൻ തന്നെ പാർട്ടി തന്നെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ ഇടമാണ്. കാരണം ഒരു വനിതയായതുകൊണ്ട് തോൽപ്പിച്ചു എന്നുള്ളതാണ്. വളരെ വലിയ മുസ്ലിം സാന്നിധ്യമുള്ള മണ്ഡലം, അതിൽ തന്നെ സമസ്തയ്ക്ക് വളരെ നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലം. അതുകൊണ്ട് തന്നെ സ്ത്രീ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കളത്തിലിറക്കുമ്പോൾ എപ്പോഴും ആലപ്പുഴ ഭയക്കേണ്ടിയിരുന്ന ഒരു മണ്ഡലമായിരുന്നു ആ അർത്ഥത്തിൽ. ഏതായാലും ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തി എ ആരിഫ് വിജയിച്ചു കയറിയത് 10,000 വോട്ടുകളുടെ വ്യത്യാസം. നിലപാടുള്ള 0.96% മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ UDFന് അത് പക്ഷേ ഒരു ഗൗരവമേറിയ കാര്യം, മറ്റെല്ലാ മണ്ഡലങ്ങളിലും വലിയ തരംഗമാഞ്ഞിടിക്കുമ്പോൾ 19,000 വോട്ടുകൾക്ക് KC വേണുഗോപാൽ അന്ന് ആലപ്പുഴ മണ്ഡലത്തിൽ ചന്ദ്രബാബുവിനെയാണ് തോന്നുന്നു പരാജയപ്പെടുത്തുമ്പോൾ വലിയ രീതിയിൽ 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാനിമോൾ ഉസ്മാൻ ജയിക്കേണ്ടിയിരുന്ന മണ്ഡലമായിരുന്നു ആലപ്പുഴ. നമ്മളിത് പറയുമ്പോൾ ശ്രദ്ധിക്കണമെന്നുള്ളത്, ഒരു വനിതയായതുകൊണ്ട് തോറ്റു, ആ വനിതയെ നിർത്തിയില്ലായിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു എന്ന ധ്വനി വരാം. അതെ, അവിടെ സമസ്തയുടെ സ്വാധീനം ഉണ്ടായിരുന്നു, വളരെ പ്രധാനപ്പെട്ട കാര്യം. സമസ്ത ഇപ്പൊ കോഴിക്കോട് സൗത്ത് നോക്കൂ, അവിടെയും പരാജയപ്പെട്ടത് എങ്ങനെയാണ് എന്നത് കാണുമ്പോഴാണ് സമസ്തയുടെ സാന്നിധ്യം സ്ത്രീ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുന്നു, സ്ത്രീ സ്ഥാനാർത്ഥിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന ഒരു രാഷ്ട്രീയ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. UDFന്റെ സ്ഥാനാർത്ഥിയായി പറഞ്ഞു കേൾക്കുന്ന പേരുകൾ KC വേണുഗോപാൽ, ഷുക്കൂർ, ഷാനിമോൾ ഉസ്മാന്റെ പേര് ഇപ്പോഴും കേൾക്കുന്നു. ഇനിയുണ്ട് MM ഹസനുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് അല്ലെ. അപ്പോൾ കണ്ണൂർ കഴിഞ്ഞാൽ ആലപ്പുഴയാണ് അടുത്ത ജംബോ പട്ടിക നമ്മൾ UDFിനെ കാണുന്നത്. അതെ, ഒരുപാട് ആളുകൾ കുറവല്ല, അപ്പുറത്തും കുറവല്ല ഉണ്ട് അല്ലേ. നീണ്ട നിരയാണ്. തോമസ് ഐസക്കിന്റെ പേരാണ് ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത്. ആരിഫുണ്ട്, ഒപ്പം CS സുജാതയുടെ പേര് കേൾക്കുന്നു. അതായത് തോമസ് ഐസക്കും ആരിഫും മത്സരിക്കുന്നില്ലെങ്കിൽ CS സുജാതയുടെ പേരാണ് കേൾക്കുന്നത്. അതല്ലെങ്കിൽ കഴിഞ്ഞ തവണ KC വേണുഗോപാലിനോട് പരാജയപ്പെട്ട CB ചന്ദ്രബാബു ഉണ്ട്. R നാസറിന്റെ പേരും പരിഗണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പ്രാഥമികമായി ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് നമ്മൾ ഇന്നലെയും ആരിഫിനോട് സംസാരിക്കുമ്പോൾ ആരിഫ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മണ്ഡലത്തിൽ. അതിനിടയിൽ സജി ചെറിയാൻ പറഞ്ഞൊരു പേരുണ്ടായിരുന്നു, G സുധാകരൻ. സാധ്യതയുണ്ട്, ഈ പട്ടികയിൽ ഇല്ലാതെ പോയൊരു പേരാണ് G സുധാകരൻ. പക്ഷേ അത് തമാശയ്ക്ക് പറഞ്ഞതാണ് എന്ന് സജി ചെറിയാൻ പറഞ്ഞു. ഇനി NDAയുടെ സാധ്യതകൾ ആരൊക്കെയാണെന്ന് നോക്കൂ സുജയ. ഡോക്ടർ KS രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ 2019 1,87,729 വോട്ട് പിടിച്ചതാണ്. അതായത് 17.24% എന്ന ഒരു ഡെപ്പോസിറ്റ് അവിടെ കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയായതുകൊണ്ട് തുടരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിലും മറ്റു പേരുകൾ കൂടി അവിടെ പരിഗണിക്കുന്നു. MV ഗോപകുമാർ, അഡ്വക്കേറ്റ് ലിഷ എന്നിവരുടെ പേരുകളും. ഷാനിമോൾ ഉസ്മാൻ വരികയാണെങ്കിൽ വനിതാ സ്ഥാനാർത്ഥി ഇറക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആലപ്പുഴ മണ്ഡലം AV താമരാക്ഷൻ മത്സരിച്ചപ്പോൾ 43,000 വോട്ടാണ് അന്ന് നേടുന്നത്, അന്ന് UDFും LDFും അല്ലാതിരിക്കുമ്പോൾ. പക്ഷേ KS രാധാകൃഷ്ണൻ വരുമ്പോൾ 17%, 1,87,000 അല്ലേ, 1,87,000 നിർണായകമായ വോട്ടാണ്. അതെ, KC വേണുഗോപാൽ പാതി അർത്ഥസമ്മതം, അത് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന്. പക്ഷേ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുകയാണെങ്കിൽ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം രാജ്യസഭയിൽ നിന്ന് രാജസ്ഥാനിൽ നിന്ന് വന്നിരിക്കുകയാണ്, അവിടെ ഒഴിവ് വരും, അവിടെ ഇനിയും സമയം കിടക്കുകയാണ്. അതെ, മാത്രമല്ല 2026 വരെ സമയമുണ്ട്. 20 സമയമുണ്ട്. രാജസ്ഥാനിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹം ഒഴിഞ്ഞാൽ പണിയാണ്. അതെ, അതും ഒരു വളരെ പ്രധാനപ്പെട്ട അതും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം ചേരുന്നു ആലപ്പുഴയിൽ നിന്നും. ലെവിൻ കെ വിജയൻ, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ചിത്രമനുസരിച്ച് UDFന്റേത് ചിത്രമായിട്ടില്ല, ആലപ്പുഴയിൽ LDFന്റേത് ആരിഫ് MPയുടെ പേരിലേക്ക് തന്നെ ഏറ്റവും ഒടുവിൽ എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും UDFന്റെ സ്ഥാനാർത്ഥി സാധ്യതകൾ ഒരു വലിയ സസ്പെൻസായി തുടരുകയാണോ ഈ ഘട്ടത്തിലും? അരുൺ, തീർച്ചയായും വിപ്ലവഭൂമിയായ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചുകൊണ്ട് UDFിലും LDFിലും അന്തിമ തീരുമാനങ്ങളിലേക്ക് ഇതുവരെ എത്താൻ മുന്നണികൾക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം മുതൽ റിപ്പോർട്ട് ചെയ്തത്. അതേ നിലയിൽ തന്നെയാണ്
ജില്ലയിലെ സാഹചര്യങ്ങൾ, ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം UDF സ്ഥാനാർത്ഥി നിർണയം കണ്ണൂരും ആലപ്പുഴയും തമ്മിലുള്ള ആ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സമുദായ പ്രാതിനിധ്യമടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിലും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ മടങ്ങിവരവ് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ വളരെ വലിയ തോതിൽ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം KC വേണുഗോപാലിലൂടെ മണ്ഡലം തിരികെ പിടിക്കാമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവും ജില്ലയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവുമായ രമേശ് ചെന്നിത്തല തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് KCയുടെ പേര് മുൻ തെരഞ്ഞെടുപ്പ് നടന്ന ഇതിനു മുൻപ് നടന്ന പൊതുയോഗങ്ങളിൽ അടക്കം ഉന്നയിച്ചിട്ടുണ്ട്. KC ഈ ആലപ്പുഴയിലേക്ക് തിരികെ വരണമെന്നുള്ള ആഗ്രഹം രമേശ് ചെന്നിത്തല തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ജില്ലയിലെ ഉടനീളം UDF പ്രവർത്തകർ ആഗ്രഹിക്കുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് മടങ്ങിയെത്തണമെന്ന് അവർ ഒന്നടങ്കം ആഗ്രഹിക്കുന്നു. പക്ഷേ ഇപ്പോഴും അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നു. ആ കാര്യത്തിൽ നമുക്കറിയാം, സാഹചര്യങ്ങൾ നിങ്ങൾ വിശദീകരിച്ചതാണ്. വേണുഗോപാൽ മടങ്ങി വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേകതകളും പ്രശ്നങ്ങളും വിജയൻ ആലപ്പുഴ KC കമോൺ എന്ന് വിളിക്കുന്നു. KC കമോൺ എന്ന് ആലപ്പുഴ വിളിക്കുന്നു. KC വരുമോ എന്നുള്ളതാണ് പ്രധാന. രാജസ്ഥാൻ എന്ത് ചെയ്യും? അതെ, രാജസ്ഥാൻ എന്ത് ചെയ്യും? പക്ഷേ KC വരികയാണെങ്കിൽ KC ജയിക്കാൻ സാധ്യതയുണ്ട്. KC വരികയാണെങ്കിൽ KC ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ KC വരാനുള്ള സാധ്യത ഇല്ലാതില്ല. എന്ന് പറഞ്ഞാൽ KC വന്നാൽ KCയോ ആരിഫോ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നല്ലേ പറഞ്ഞത്?